കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ വീടും അതുപോലെ തന്നെ ഉറ്റബന്ധുക്കളും കുടുംബവും ഒന്നാകെ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആശ്വാസത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരികയാണ്. കേരള സർക്കാരിൻ്റെ മാത്രം, അതുപോലെ തന്നെ കേരളത്തിലെ സുമനസ്സുകളുടെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ആണ് ഈ ജനങ്ങൾക്ക് ആശ്വാസം എത്തിച്ചിരിക്കുന്നത്. ഇന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്തിരിക്കുന്ന 64 ഹെക്ടർ സ്ഥലത്താണ് ഈ 402 കുടുംബങ്ങൾക്ക് വാസസ്ഥലം ഒരുങ്ങുന്നത്. 7 സെൻറ്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. അതുമാത്രമല്ല, ഇത് ഒരു ടൗൺഷിപ്പായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, ഇവയെല്ലാം തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉൾപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിനും ഇന്ത്യക്കും മാതൃകയാവുന്ന ഒരു ടൗൺഷിപ്പാണ് ഈ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ഉടനടി ആരംഭിക്കുകയുമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ റവന്യൂ മന്ത്രിയുടെയും ഒക്കെ ആത്മാർത്ഥതയും അതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കരുത്തുമാണ്. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത് 2018 ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം കേരളത്തെ ബാധിച്ചത്. അതായത് ആ വർഷത്തെ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു, പ്രകൃതി ദുരന്തമായിരുന്നു കേരളത്തിൽ സംഭവിച്ചത്. 40,000-നും 60,000 കോടിക്കും ഇടയിൽ ഇവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് വീടുകൾ, അതുപോലെ അന്ന് വരെ നമ്മൾ ആർജിച്ചിരുന്ന നമ്മളിപ്പോൾ ഈ കന്നുകാലി വളർത്തൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായി വരുന്ന കാലഘട്ടമായിരുന്നു അത്. അന്ന് നമ്മളെല്ലാ രീതിയിലും കുളമ്പ് രോഗവും മറ്റ് പകർച്ചരോഗങ്ങളും എല്ലാം ഉന്മൂലനം ചെയ്ത് നമ്മൾ ഏകദേശം പഞ്ചാബിനോളം തന്നെ നമ്മൾ പ്രൊഡക്ടിവിറ്റിയിൽ എത്തി നിൽക്കുന്ന ഈ മറ്റേ പാൽ ഉൽപ്പാദനത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ ഫാമുകൾ മിക്കവയും തകർന്നു. അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങൾ നശിച്ചു. വലിയ ഒരു നഷ്ടമാണ് ആ മേഖലയിലുണ്ടായത്. അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അന്നുവരെ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള എല്ലാ സമ്പത്തുകളും നശിക്കുന്ന രീതിയിൽ 40,000 മുതൽ 60,000 കോടി രൂപ വരെയുള്ള നഷ്ടമാണ് സംഭവിച്ചത്. അത് നാളിതുവരെയായിട്ട് അതിന് നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്ന ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും സഹായധനവും നമുക്ക് കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ, കേരള സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഈ പുനരധിവാസത്തിനും 2018 ഈ ദുരന്തത്തിൽ പുനരധിവസിക്കാനും അതുപോലെ അതിൻ്റെ പ്രളയ ആശ്വാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾക്ക് വേറൊരു തരത്തിലും ഒരു തുകയും അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം സഹായം ലഭ്യമാകും എന്ന് കണ്ട അവസരത്തിൽ അവയെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ സമീപകാലത്തെ ഈ ദാരിദ്ര്യവും സാമ്പത്തിക വിഷമങ്ങളും എല്ലാം സംഭവിക്കുന്ന 2018 ദുരന്തത്തിന് 1 രൂപ പോലും നമുക്ക് പുനരധിവാസത്തിനുള്ള തുക നൽകാത്തതും അത് പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ അതൊരു അതിതീവ്ര ദുരന്തമായിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നമുക്കുള്ള യാതൊരു കോമ്പൻസേഷനും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സഹായവും ലഭിച്ചിട്ടില്ല. അതുതന്നെയായിരുന്നു ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് സംഭവിച്ചത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നു, കണ്ടു, തിരിച്ചുപോയി, കുട്ടികളൊക്കെ ആശ്വസിപ്പിച്ചു, തിരിച്ചുപോയി.
ഈ നാളിതുവരെ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം നാളിതുവരെ ഒരു തരത്തിലുമുള്ള തീവ്ര സ്വഭാവമുള്ള ദുരന്തമായിട്ട് അത് പ്രഖ്യാപിച്ചിട്ട് കൂടി നാളിതുവരെ ഒരു തരത്തിലുള്ള സഹായവും നൽകിയിട്ടില്ല. അതിനാൽ തന്നെ നമ്മുടെ നേട്ടം, നമ്മൾ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും അതുപോലെ കേരളത്തിലുള്ള പൊതുജനങ്ങളുടെയും കേരളത്തിലെ ഉള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും ചേർന്നുള്ള ഒത്തൊരുമയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടൗൺഷിപ്പ് അവിടെ ഉയരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനം നമുക്ക് സമീപകാല ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ നമ്മൾ ഈ ദിവസങ്ങൾ എന്നും ഓർമ്മിക്കേണ്ടതാണ്. കാരണം കേരള ജനതയുടെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാതൃകയായിട്ട്, ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് ഒരു ടൗൺഷിപ്പ് ഉയരുകയാണ്. ആരുടെയും സഹായമില്ലാതെ ദുരന്തബാധിതർക്ക് ആശ്വാസമായിട്ട് ആ ടൗൺഷിപ്പ് ഉയരുന്നത് ഒരു മാതൃകയായി തീരട്ടെ. എത്രയും വേഗം തന്നെ അതിൻ്റെ പണി പൂർത്തിയാവട്ടെ. അവിടെ അപേക്ഷിച്ചുള്ള എല്ലാവർക്കും തന്നെ അവിടെ പെട്ടെന്ന് തന്നെ കയറി താമസിക്കാൻ സാധിക്കട്ടെ. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ ബഹിഷ്കരണമാണ് നമ്മൾ ഈ പുതിയ ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതിലൂടെ കാണുന്നത്. ആര് തന്നെ വിചാരിച്ചാലും ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ, അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ വലിയ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. എത്രത്തോളം കേന്ദ്ര അവഗണന ഉണ്ടായാലും സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ തന്നെ കഴിയും.